most important problems people are facing nowadays. And ഞാനും ഒരു ഓവർ തിങ്കറാണ്. എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ഇതൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ആലോചിക്കും, അതിലൊരു സൊല്യൂഷൻ പർട്ടിക്കുലറായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ആ ടൈം നമുക്ക് ഭയങ്കരമായിട്ട് വേസ്റ്റ് ചെയ്യും. ഓരോ ആക്ഷൻ പോലെ നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ അത് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ. ആൻഡ് ഈ വീഡിയോയിൽ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് തന്നെ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ഇടുക. ഫസ്റ്റ് പാർട്ട് എന്താണ് ഓവർ തിങ്കിങ്ങിനെ പറ്റി, ആൻഡ് സെക്കൻഡ് പാർട്ട് അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ. ഓവർ തിങ്കിങ് ഹാപ്പൻസ് വെൻ ദ ബ്രെയിൻ ട്രൈങ് ടു ഡു സംതിങ്. നമ്മുടെ ബ്രെയിൻ എന്തോ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റിംഗ് ദ റിസ്ക് ഫാക്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെ റിസ്ക് എനിക്ക് ഉണ്ടാകും എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓവർ തിങ്കിങ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്, ഇത് നല്ലതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് മോശമായി മാറുന്നത് എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് മനുഷ്യരാണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നതും അങ്ങനെയാണ്. നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും ഫ്രണ്ട് പോർഷനാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്. ആൻഡ് ഈ കാൽക്കുലേറ്റിംഗ് റിസ്ക് എന്ന് പറയുന്ന ഒരു മാജിക്കൽ എബിലിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് റിസ്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഏത് ശരി, ഏത് തെറ്റ്, എങ്ങനെ നമുക്ക് പോയാൽ ശരിയായിട്ട് കിട്ടും, എങ്ങനെ നമ്മൾ പോയാൽ ശരിയല്ലാതെ ആയിരിക്കും പോകുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് വഴിയാണ്. കാര്യം ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ ഏത് ബിസിനസ് വേണം, ഏത് ബിസിനസ് ചെയ്താലായിരിക്കും എനിക്ക് കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ള ചിന്തകൾ. ഓക്കെ. അതേപോലെ തന്നെ ഏത് ബിസിനസ്സാണ് എനിക്ക് ഓക്കെ ആയിട്ടുള്ളത്, ഞാനിപ്പോൾ ചെയ്യുന്ന ഫീൽഡിൽ ഉള്ള ബിസിനസ്സാണോ എനിക്ക് ഓക്കെ ആയിട്ടുള്ളത്, അത് ഞാൻ പുതിയ ബിസിനസ് എടുക്കണം. പുതിയ ബിസിനസ് എടുത്താൽ എനിക്ക് അറിയത്തില്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആകത്തില്ലേ. അപ്പോൾ പുതിയ ബിസിനസ് എടുക്കണ്ട, എനിക്കറിയാവുന്ന ബിസിനസ് ഞാൻ എടുക്കാം. അതാകുമ്പോൾ എനിക്ക് സർവൈവ് ചെയ്യാൻ കുറേ കൂടെ പറ്റും. ഓക്കെ. ഈ ഒരു തോട്ട് പോലെയാണ് ഏതാണ് നമുക്ക് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത്, നമുക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യണ കണക്ക് നമുക്കത് പറഞ്ഞു തരും. അത് ഈ ഒരു കോൺവെർസേഷൻ ഒരു സൊല്യൂഷനാണ്. ഓക്കെ. ഏതെടുക്കണം, എനിക്കറിയാവുന്നുള്ള എടുക്കണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നുള്ളൊരു സൊല്യൂഷനുണ്ട്. അത് നമുക്ക് സർവൈവിങ് ചാൻസ് കൂട്ടുന്നുണ്ട്. ഓക്കെ. അതാണ് ഇതിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഈ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ് വിൻ ചെയ്തിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ നമ്മളെ എന്താണ് നശിപ്പിക്കുന്നത്, എന്താണ് നശിപ്പിക്കാത്തത് എന്നുള്ള ഒരു കാൽക്കുലേഷൻ അവർക്ക് നേരത്തെ ഉണ്ട്. അവരുടെ ബിസിനസ്സിലായാലും അവരുടെ ലൈഫിലായാലും അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ചിന്തിച്ച് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ ചിന്തിക്കുന്നതെല്ലാം കൊള്ളാം, നല്ലതാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ സക്സസ്ഫുൾ ആകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എവിടെയാണ്, എന്താണ് ഇതിൽ പ്രോബ്ലം? ഓക്കെ. തിങ്കിങ് ഈസ് ഗുഡ്, ബട്ട് ഓവർ തിങ്കിങ് ഈസ് സോ ബാഡ് എന്ന് പറയുമ്പോൾ തിങ്ക് ചെയ്തോ അത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. പക്ഷെ ഓവറായിട്ട് ചിന്തിക്കുന്നത് ശരിയല്ല. ഓക്കെ. ജസ്റ്റ് ഡൈവ് ഇൻ ടു അവർ ടോപ്പിക്. വാട്ട് ഈസ് ദ പ്രോബ്ലം? ഓക്കെ. വെൻ ഡസ് തിങ്കിങ് ബിക്കം ഓവർ തിങ്കിങ്? ആൻഡ് അതിന് ഒരേ ഒരു ആൻസറാണ് ആൻസൈറ്റി. ആൻസൈറ്റി നമുക്കുണ്ടാകുമ്പോഴാണ് തിങ്കിങ് ഓവർ തിങ്കിങ് ആയിട്ട് മാറുന്നത്. എന്താണ് ഈ ആൻസൈറ്റി? ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു പേടി, അതേപോലെ തന്നെ നമ്മളുടെ കൺട്രോളിലല്ല, മൈൻഡ് നമ്മുടെ കൺട്രോളിലല്ലാത്തൊരവസ്ഥ, ആ ഒരു ഫീലിംഗ്, അതാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഈ ആൻസൈറ്റി കാരണം നമ്മളുടെ ബ്രെയിൻ ആൻഷ്യസ് ആകുകയും അത് കാരണമായി 2 കാര്യങ്ങൾ നമ്മളുടെ ബ്രെയിനിൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഹൈപ്പർ വിജിലൻറ്റ്. നമ്മളുടെ ബ്രെയിനിന് ഒരു സംഭവം, നമ്മൾ ഡേഞ്ചർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഹൈപ്പർ വിജിലൻറ്റ്. അപ്പോൾ ഈ ആൻസൈറ്റി കാരണം ഈ ഹൈപ്പർ വിജിലൻറ്റ് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. ആ ഒരു ഹൈപ്പർ വിജിലൻറ്റ് കാരണം നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് വേറെ തോട്ട്സ്, ത്രെഡ്സ് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇഷ്ടംപോലെ ത്രെഡ്സ്
അത് ചിലപ്പോൾ ഫിയർ മാത്രമായിരിക്കും, ഒരു ഫാക്റ്റ് ആയിരിക്കില്ല, അത് നമുക്ക് ചെയ്യേണ്ട കാര്യമോ ഒന്നും ആയിരിക്കത്തില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഓവർ അനലൈസ് ചെയ്ത് വറിയാകും. അതാണ് ഈ ത്രെഡ്സ്. ഈ ത്രെഡ്സ് എവിടെ നിന്ന് വരികയെന്ന് ചോദിച്ചാൽ അത് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മുടെ ബ്രെയിനിലുണ്ട്. ആ ഒരു പോർഷനിൽ തന്നെ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ നിന്നാണ് ഈ ഒരു ത്രെഡ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ അമിഗ്ഡലയാണ് ഈ ത്രെഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ നമ്മളുടെ ഓവർ തിങ്കിങ് ആക്കി മാറ്റുന്നത്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സില്ലേ, ആ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഇനാക്റ്റീവ് ആവും എന്ന് പറയുമ്പോൾ ലെസ് ആക്റ്റീവ്, ഇനാക്റ്റീവ് അല്ല ലെസ് ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ ഈ ലിംബിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇനാക്റ്റീവ് ആകുന്നത്. നമ്മളുടെ തോട്ട്സും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ലിംബിക് സിസ്റ്റം ആയിരിക്കും. അതാണ് ഓവർ തിങ്കിങ്ങിലോട്ട് മാറുന്നത്. ഈ രണ്ട് കാര്യം വെച്ചിട്ടാണ് ഓവർ തിങ്കിങ് നമുക്ക് കൂടുന്നത്. തിങ്കിങ് ഈസ് ഗുഡ് ആൻഡ് ഓവർ തിങ്കിങ് ഈസ് സോ ബാഡ്. ആൻഡ് തിങ്കിങ് എന്ന് പറയുമ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ആൻഡ് ലിംബിക് സിസ്റ്റം ആക്റ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് മോശമാണ്. ഓക്കെ, അപ്പം നമുക്ക് ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വറീസ് മാത്രമായിരിക്കും കിട്ടുക. നമുക്കതിൽ നിന്ന് ഒരു ബെനിഫിറ്റോ സൊല്യൂഷനോ കിട്ടത്തില്ല. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും, നമ്മളെ ഇമ്മോട്ടിവേറ്റ് അല്ലാതെ അൺമോട്ടിവേറ്റഡ് ആക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലിംബിക് സിസ്റ്റം വഴി നമ്മളെ വറി ചെയ്യിക്കുക. പക്ഷെ നമ്മൾ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വഴിയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ്സ് ഉള്ള കുറേ സൊല്യൂഷൻസ് കിട്ടും. അത് മാത്രമല്ല നമുക്ക് പിന്നെയും കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും പ്രീഫ്രണ്ടൽ കോർട്ടക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ചിന്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടൈം ഈ ഓവർ തിങ്കിങ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതിനെ എങ്ങനെയൊക്കെ മാറ്റാം എന്നുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ. ഓക്കെ, ജസ്റ്റ് സ്റ്റേ ട്യൂൺ. ബൈ.